ബ്രഹ്മയുഗം കുമ്പളങ്ങി നൈറ്റ്സ് എന്നീ സിനിമയുടെയൊക്കെ ആർട്ട് ഡയറക്ടറായ ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ് പൊന്മാൻ. മെയിൻ ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത് ലിജോ മോൾ, ബേസിൽ ജോസഫ്, സജിൻ ഗോപു. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കിടിലം പടം. ഒരു സിമ്പിൾ ത്രെഡായിട്ട് വന്ന് 2 മണിക്കൂർ എൻഗേജിങ് ആയിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യിച്ച് നല്ലൊരു മെസ്സേജും കൂടി ആയിട്ട് വരുന്ന ഒരു പടം തന്നെയാണ് പൊന്മാൻ. എന്നെ നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻ ചെയ്യിച്ചു. അതിനേക്കാൾ ഉപരി പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചു എന്ന് പറയേണ്ടി വരും. അംബാൻ എന്ന ആ ഒരു ക്യാരക്ടറായിട്ട് സജിൻ ഗോപു എങ്ങനെയാണ് അടിച്ചു പൊളിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് ആവേശം എന്ന സിനിമയിൽ. പക്ഷേ അതിൻ്റെ ഒരു ഷെയ്ഡ് പോലും ഇല്ലാതെ ടോട്ടലി മരിയാനോ എന്ന ക്യാരക്ടറായിട്ട് ജീവിക്കുകയായിരുന്നു സജിൻ ഗോപു ഈ ഒരു സിനിമയിൽ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കിടിലം പെർഫോമൻസ് ആണ് ബേസിൽ ജോസഫ് ചെയ്ത അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അജേഷ് വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്, അത് നമുക്ക് തോന്നും. അത് തോന്നുന്ന രീതിയിൽ അത്രയും കൺവിൻസിങ് ആയിട്ട് ഒരു കിടിലിൻ്റെ റോളാണ് ബേസിൽ ജോസഫ് ചെയ്തത്. ബേസിൽ നായകനായിട്ട് ഒരുപാട് പടങ്ങൾ ഇങ്ങനെ മാലപ്പടക്കം പോലെ അടുപ്പിച്ചടുപ്പിച്ച് വന്നിട്ടുണ്ട്, അതെല്ലാം ഹിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ ആളുകൾക്ക് ഇയാളെ മടുക്കില്ലേ എന്ന്. അതിനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ഒരു പെർഫോമൻസ്. എടുത്തു പറയാൻ പറ്റും, ഹിസ് എ ട്രസ്റ്റബിൾ ആൻഡ് ബാങ്കബിൾ ആക്ടർ. ഈ ഒരു കാലയളവിൽ ഇത്രയും നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച വേറൊരു ആക്ടർ ഇല്ല. ഒരു മിനിമം ഗ്യാരണ്ടി ആക്ടർ കൂടിയാണ് ബേസിൽ ജോസഫ്. സാച്ചുറേഷൻ ലെവൽ എത്തിയെന്ന് തോന്നുന്നിടത്ത് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ബേസിലിൻ്റെ ഒരു റേഞ്ച് അയാൾ ഈ സിനിമയിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. അതും നല്ല കൺവിൻസിങ് ആയിട്ട്. ഒരു ദാവീദും ഗോലിയാത്തും ടൈപ്പ് ഒരു ഫൈറ്റാണ് ഇതിൽ സജിൻ ഗോപുവും ബേസിൽ ജോസഫ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തമ്മിലുള്ളത്. ഫിസിക്കൽ ഫൈറ്റ് അല്ല, ഒരു മെൻ്റലി ഉള്ളൊരു ഫൈറ്റ്. പക്ഷെ ആ ഒരു ഫൈറ്റിലും തന്നേക്കാൾ ഒരുപാട് ആചാനബാഹുവായിട്ടുള്ള ക്യാരക്ടറോട് സ്വന്തം നാക്കുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അജേഷ്. അത് നല്ല അടിപൊളിയായിട്ട് അത്രയും കൺവിൻഷനോട് കൂടി ബേസിൽ ജോസഫ് ചെയ്തിട്ടുണ്ട്. സ്വർണം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു അസറ്റാണ്, ഒരു നെസസറി ഈവിളാണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സ്വർണത്തിൻ്റെ പേരിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് സ്വർണം വായ്പ കൊടുക്കുകയും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു ക്യാരക്ടറാണ് അജേഷ്. അപ്പോൾ കൊടുത്തൊരു സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നെട്ടോട്ടമാണ് അയാളുടെ ഈ ഒരു സിനിമയിൽ നമ്മൾ കാണുന്നത്. ലിജോ മോൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ, സ്റ്റെഫി ഗ്രാഫ്. അപ്പോൾ അവരുടെ ഒരു ക്യാരക്ടർ നമുക്കൊട്ടും പിടിതരാത്തൊരു ക്യാരക്ടറാണ്. നമ്മൾ ഇനീഷ്യലി വിചാരിക്കുമ്പോൾ ഇതൊരു മണ്ടി പെണ്ണാണ്, പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇത്തിരി ക്രൂക്ഡ് ആണല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് എമ്പതൈസ് ചെയ്യാൻ തോന്നും. അപ്പോൾ ഇവർ 3 പേരും ഈ സിനിമയിൽ അഭിനയിച്ച് അങ്ങോട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് അത്രയും ബിലീവബിളായിട്ട് അവർ അഭിനയിച്ച് ആ റോളിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും പുറമെ ആനന്ദ് മന്മഥൻ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. നമ്മൾ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ലൊരു റോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ വേണ്ടി നടക്കുന്ന ഒരു, ചില സമയത്ത് ഇയാൾ ഒരു മണ്ടനാണെന്ന് പോലും തോന്നിപ്പോകുന്നതായിട്ട് ടൈപ്പ് ഒരു ക്യാരക്ടർ, ഒരു ഇന്നസെൻ്റ് ആയിട്ടൊരു മനുഷ്യൻ. അപ്പോൾ അയാളുടെ ഒരു നിസ്സഹായാവസ്ഥയും ഒരാണായി പോയത് കൊണ്ട് കുടുംബത്തിൻ്റെ ഭാരം മൊത്തം തലയിൽ വരേണ്ടി വരുന്ന ഒരു ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു സംഭവം നല്ല നീറ്റായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ മെയിൻലി ഈ 4 പേരുടെ പ്രകടനം കൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ നമുക്ക് അത്രയും ഫേവറേറ്റ് ആവുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ഫസ്റ്റ് ഹാഫിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് തോന്നിയില്ല. പക്ഷേ എങ്കിലും ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിലിൻ്റെയും സജിൻ ഗോപിൻ്റെ ക്യാരക്ടേഴ്സ് തമ്മിലൊരു കാറ്റമോസ് പ്ലേ ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഇത്തിരി പുതുമുള്ളൊരു കോൺസെപ്റ്റാണ്. സ്വർണത്തിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ, അതും കൊല്ലം ജില്ലയിൽ കല്യാണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഒരു ട്രഡീഷനും അതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ സിനിമയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം എനിക്ക് നല്ലൊരു പുതുമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരിക്കലും ഇതൊക്കെ നമ്മൾ കണ്ടുമടുത്ത സാധനമല്ലേ എന്നൊരു ഫീല് ഉണ്ടാക്കാതെ ഈ ഒരു സാധനം കൊള്ളാമല്ലോ, ഇങ്ങനെയൊക്കെ നടക്കുമല്ലേ, ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ ബാക്ക്ഡ്രോപ്പൊക്കെ ശരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് സിനിമ കാണാൻ വേണ്ടി അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു വേൾഡ് ബിൽഡിങ് അത്രയും കൺവിൻസിങ് ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചതിൽ ആ ഡയറക്ടറുടെ പങ്ക് അത് നൈസായിരുന്നു. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സിനിമ, കുറേ നല്ല പ്രകടനങ്ങൾ. ഇതിനകത്ത് അജേഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്ത് ചെയ്താലും തോറ്റു കൊടുക്കില്ലടാ, എന്നെ കൊല്ലാൻ പറ്റും പക്ഷെ തോപ്പിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഇങ്ങനെ ഒരുപാട് പേരെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ സ്ക്രീനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കാണുന്നത്. എത്ര ചവിട്ടിയാലും വീഴാത്ത, എത്ര കുത്തിയാലും ചാവാത്ത അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ, ഒരു കിടിലൻ ക്യാരക്ടറാണ്, ഒരു കിടിലൻ മനുഷ്യനാണ് അജേഷ്. തോറ്റു കൊടുക്കാൻ അയാൾക്ക് മനസ്സില്ല. അജേഷ് വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ പോർട്രേയും എല്ലാം കൊണ്ടും എനിക്ക് നല്ല ഒരു സംതൃപ്തി തന്നൊരു സിനിമ തന്നെയായിരുന്നു പൊന്മാൻ. ആ പേരിലെ പൊന്ന സിനിമയ്ക്കുണ്ട്, ഒരു സ്വർണത്തിൻ്റെ തിളക്കമുള്ളൊരു സിനിമ.
എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എല്ലാവരും കപ്പ് ഓഫ് ടീ ആണ് എന്ന് പറയാനും വയ്യ. കാരണം ഒരുപാട് അങ്ങോട്ട് എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിരാശയായിരിക്കും. കാരണം ബേസിൽ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇതുവരെ ചെയ്തിട്ടുള്ള കോമഡി റോൾ പ്രതീക്ഷിച്ച് പോയാൽ ഇത് അങ്ങനത്തെ ഒരു പടമല്ല. കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ചും കൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഇതെല്ലാവർക്കും പ്രിഫറബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ അല്ലെന്ന് പറയും. പക്ഷേ എങ്കിലും ബേസിലിൻ്റെ ഇതുവരെ കാണാത്തൊരു പ്രകടനം, സജിൻ ഗോപുവിൻ്റെ കിടിലൻ പെർഫോമൻസ്, ലിജോ മോളുടെ നല്ല കുറേ അഭിനയ മുഹൂർത്തങ്ങൾ, ഇതൊക്കെ കൊണ്ട് മൊത്തത്തിൽ നല്ലൊരു സിനിമ, നല്ലൊരു കോൺസെപ്റ്റ്, വലിച്ചു നീട്ടാതെ ആവശ്യമില്ലാത്ത ഒരു സീൻ പോലും ഇല്ലാതെ പാട്ട് കുത്തിക്കയറ്റി വെറുപ്പിക്കാതെ 2 മണിക്കൂറിൽ പറഞ്ഞു പോയ നീറ്റായിട്ടുള്ളൊരു കഥ, ക്ലൈമാക്സും നല്ല സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. സോ എനിക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് ഈ ഒരു സിനിമ സമ്മാനിച്ച്. ഈ ഒരു ഡയറക്ടറുടെ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.